ഡാൻഡ്രഫ് അഥവാ സെബോറിക് ഡെർമറ്റൈറ്റിസ് ഇതുണ്ടാവുന്നതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് മാലസീസിയ എന്ന് പറയുന്ന ഒരു ഈസ്റ്റ് പോലെയുള്ള ഫംഗൽ നമ്മുടെ സ്കാൽപ്പിൽ അമിതമായി വളർന്നതുകൊണ്ടാണ്. ഇതുമൂലം നമ്മുടെ സ്കാൽപ്പിൽ ഇൻഫ്ലമേഷൻ, ഇച്ചിങ്, ഫ്ലേക്ക് എന്നിവ ഉണ്ടാകും. ഒപ്പം തന്നെ ഓവറായിട്ടുള്ള ഹെയർ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നത് മൂലമുള്ള സെൻസിറ്റിവിറ്റിയും ആകാം. അതുപോലെ തന്നെ സ്കാൽപ്പ് ഹൈജീൻ ഇല്ലാത്തവരിലും ഇത് കണ്ടുവരുന്നു. ഇനി ഡാൻഡ്രഫ് ഷാംപൂ ചൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ അടങ്ങിയിരിക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് കീറ്റോഗോണസോൾ, സെലീനിയം സൾഫേറ്റ്, സിങ്ക്, പൈറോതയോൺ. അതുപോലെ തന്നെ കോൾ ടാർ എക്സ്ട്രാക്ട്സും ടീ ട്രീ ഓയിൽ അടങ്ങിയിട്ടുള്ള ഷാംപൂസ് ഉപയോഗിക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഡാൻഡ്രഫ് വരാതിരിക്കാനുള്ള കുറച്ച് അഡീഷണൽ ടിപ്സ് ഞാൻ പറയാം. ഒന്നാമത് ഫൈൻഡ് ദ റൂട്ട് കോസ് ആണ്. അതായത് നിങ്ങൾ ഡാൻഡ്രഫിന് കാരണം എന്തെന്ന് കണ്ടുപിടിക്കുക. അത് ഡ്രൈനെസ് ആണോ, അത് ഫംഗലാണോ, അത് മറ്റെന്തെങ്കിലും കാരണമാണോ എന്നത് നിങ്ങൾ തിരിച്ചറിയാം. രണ്ടാമത്തത് നിങ്ങളുടെ സ്കാൽപ്പ് എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി വെക്കുക. മൂന്നാമത് അവോയ്ഡ് ഹാർഷ് ഇൻഗ്രീഡിയൻസ് ആണ്. അതായത് ഞാൻ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഷാംപൂസിലുണ്ടെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സൾഫേറ്റ്, പാരബേറ്റ്, സിലിക്കോൺ ആണ്. നാലാമത്തേന്ന് പറയുന്നത് സ്റ്റേ ഹൈഡ്രേറ്റ് ആണ്. ഹെയർ മാക്സിമം ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അഞ്ചാമത് കൺസിഡർ നാച്ചുറൽ റെമഡീസ് ആണ്. മാക്സിമം നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ് നിങ്ങളുടെ ഹെയറിൽ നിങ്ങൾ ഉപയോഗിക്കുക. ആൻറ്റി ഡാൻഡ്രഫിന് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഷാംപൂസ് ഇനി കണ്ടു നോക്കാം. ഡാൻഡ്രഫ് പൂർണ്ണമായി മാറണം എന്നുണ്ടെങ്കിൽ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ഉപയോഗിച്ചുകൊണ്ട് മാത്രമായില്ല. നിങ്ങൾക്ക് ഒരു ഹെൽത്തി ഹെയർ കെയർ റുട്ടീൻ, അതുപോലെ തന്നെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.